യോഹന്നാൻ എവിടെ? കൊണ്ടുവരാൻ പറയും. ഇവൾ ആര്? എന്റെ ഭാര്യ. ദൈവത്തിന് നിരക്കാത്ത കള്ളം. അന്തിപ്പാസ്, നിന്റെ അന്തികത്തിലിരുന്ന് ആനന്ദത്തിലും ആപത്തിലും പങ്കാളിയാകേണ്ടവൾ എവിടെ? ഗലീലായിലെ പുണ്യമതിയായ രാജ്ഞി എവിടെ? അവളാണ് ഈ ഇരിക്കുന്നത്. ഇവളോ? ചുവരുകളിൽ വരച്ചിട്ടുള്ള കൽദായക്കാരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണചിത്രങ്ങൾ കണ്ട് കാമാർത്തയായി അവരുടെ പക്കലേക്ക് ദൂതന്മാരെ അയച്ച് ഇവളാണോ നിന്റെ രാജ്ഞി? പാപത്തിന്റെ കിരീടം ചുമക്കുന്ന അന്തിപ്പാസെ, ദൈവം തെരഞ്ഞെടുത്തവനെ പേടിപ്പിക്കാൻ പരിശ്രമിക്കുന്നു. അവന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുക. നിന്റെ സഹോദരൻ ഫിലിപ്പ് എവിടെ? അറിഞ്ഞുകൂടെങ്കിൽ അടുത്തിരിക്കുന്നവളോട് ചോദിക്കുക. സ്വന്തം പാപത്തിന്റെ വീഞ്ഞുകൊണ്ട് ലോകം നിറച്ചിരിക്കുന്ന ഇവൾ പറയും ആ കൊടും കൊലയുടെ കഥ. മരണത്തെ ഞാൻ ഭയപ്പെടുന്നില്ല. ആസക്തനായ അന്തിപ്പാസ്, നിന്റെ ഈ കൊട്ടാരത്തിൽ മരണദൂതന്റെ ചിറകടി ശബ്ദം ഞാൻ കേൾക്കുന്നു. ദൈവദൂത, നിന്റെ വാളുകൊണ്ട് നീ എന്ത് ചെയ്യുവാനാണ് പുറപ്പെട്ടിരിക്കുന്നത്? പാപത്തിന്റെ ഈ കൊട്ടാരത്തിൽ ആരെയാണ് നീ അന്വേഷിക്കുന്നത്? വെള്ളിക്കുപ്പായമണിഞ്ഞ് മരിക്കുവാൻ പോകുന്നവന്റെ ദിവസം ഇനിയും വന്നു കഴിഞ്ഞില്ല. മതോന്മത്തയായ ബാബിലോണിന്റെ പുത്രി, നീ കർത്താവായ ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടു. നിന്റെ നേർക്ക് പുരുഷാരം പുറപ്പെടും. അവർ നിന്നെ കല്ലെറിയും. അതിനു മുൻപായി നിന്റെ തല ഞാൻ കാലുകൊണ്ട് തട്ടും. മരുഭൂമിയിലെ വെട്ടുക്കിളിയും കാട്ടുതേനും കഴിച്ച് അലഞ്ഞു നടന്ന് പാവപ്പെട്ട ജനങ്ങളെ വഴിപിഴപ്പിച്ച അഹങ്കാരി ഈ ഹെറോദ്യ രാജ്ഞിയെ ഭയപ്പെടുത്താമെന്നോ കരുതുന്നു? നീ മരുഭൂമിയിലല്ല, മഹാരാജ സന്നിധിയിലാണ് നിൽക്കുന്നതെന്ന് മറക്കരുത്. ലോകത്തിൽ ആദ്യമായി പാപം കൊണ്ടുവന്ന സ്ത്രീവർഗത്തിൽപ്പെട്ടവളെ, നീ ഒരിക്കലും പശ്ചാത്തപിക്കുകയില്ലെന്ന് എനിക്കറിയാം. നിന്റെ പാപങ്ങളിൽ തന്നെ ഉറച്ചു നിന്നുകൊള്ളു. പക്ഷേ നിന്റെ പാതകങ്ങളുടെ നിലവിളി കർത്താവിന്റെ കാതുകളിൽ എത്തിക്കഴിഞ്ഞു. തിരുമേനി, അവിടുത്തെ രാജ്ഞി ഇങ്ങനെ അധിക്ഷേപിക്കുന്ന കേട്ടുകൊണ്ടിരിക്കാൻ ലജ്ജയില്ലേ? ഈ അഹങ്കാരിക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകാൻ അരക്ഷണം ആമന്തിച്ചാൽ ഞാനും എന്റെ പുത്രിയും ഉടൻ ഇവിടെ വിട്ടു പോകും. ഇത് സത്യം. യോഹന്നാൻ, ഇനി ഇത് അക്ഷരം ശബ്ദിക്കരുത്. സത്യത്തിന്റെ വാമൂടി കിട്ടാൻ മുതിരുന്ന മഠയാണ്. ആ ദിവസം വരും. അന്ന് സൂര്യൻ കറുത്തിരിക്കും, ചന്ദ്രൻ രക്തം പോലെ ചുവന്നിരിക്കും, നക്ഷത്രങ്ങൾ അത്തിപ്പഴം പോലെ ആകാശത്തുനിന്ന് പൊഴിയും. അന്നൊരുവൻ ചുവപ്പ് വസ്ത്രം ധരിച്ച് സിംഹാസനത്തിൽ അമർന്നിരിക്കും. അവന്റെ കയ്യിൽ ദൈവം നിന്ന് നിറഞ്ഞ പാനപാത്രം ഉണ്ടായിരിക്കും. ദൈവദൂതൻ അവനെ അടിച്ചു വീഴ്ത്തും. അവന്റെ ശരീരം കൃമികൾക്ക് ആഹാരമായി. തിരുമേനി, അവിടുത്തെ പറ്റിയാണ് ഈ പറയുന്നത്. ഇത് പരസ്യമായ രാജനിന്ദയാണ്. യോഹന്നാൻ, നിങ്ങളൊരു പുണ്യപുരുഷനാണെന്ന് കരുതി നാം ഇത്രയും നേരം ക്ഷമിച്ചു. അതിന് നിങ്ങളുടെ അഹങ്കാരം വർദ്ധിക്കുന്നു. രാജനിന്ദയ്ക്കുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ? മരണം. അറിയാം. പക്ഷെ ദൈവനിന്ദയ്ക്കുള്ള ശിക്ഷ അതിലും ഭയങ്കരമാണെന്ന് നിനക്കറിയാമോ? നാമ ഈ തിക്കാരി എവിടെ തുറങ്ങിയെടുക്കും. എന്താണ് ശിക്ഷ നൽകേണ്ടതെന്ന് പിന്നെ നിശ്ചയിക്കാം. ഞാൻ പറയാം, ശിരച്ഛേദനം. വേണ്ട വേണ്ട, തൽക്കാലം തടവ് ശിക്ഷ മതി. കൊണ്ടുപോ. ദൈവത്തിന്റെ വാക്ക് ധിക്കരിച്ച് അന്തിപ്പാസെ, ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ടുള്ളവൻ വന്നു കഴിഞ്ഞു. അവന്റെ കാലത്തെ പർവ്വതങ്ങളിൽ ഞാൻ കേൾക്കുന്നു. പാപത്തിന്റെ കിരീടം തെറിച്ചു പോകാനുള്ള കാലമായി. പാപത്തിന്റെ ഫലപാത്രം പൂർണ്ണമായി നിറച്ചു കഴിഞ്ഞവൻ എവിടെ? നാളെ ഒരിക്കൽ വെട്ടിത്തിളങ്ങുന്ന വെള്ളി വസ്ത്രം ധരിച്ച് ജനങ്ങളുടെ എല്ലാം മുൻപിൽ വെച്ച് മരിക്കുവാൻ പോകുന്നവൻ എവിടെ? മരുഭൂമിയിലും മഹാരാജ മന്ദിരങ്ങളിലും വിളിച്ചു പറഞ്ഞവന്റെ ശബ്ദം കേൾക്കാൻ അവൻ മുന്നോട്ട് വരട്ടെ. പാപത്തിന്റെ ശബ്ദമല്ലേ ഞാൻ കേൾക്കുന്നത്? അല്ല, നിങ്ങളുടെ രാജാവിന്റെ. രാജാവ് പാപത്തിന്റെ കിരീടമണിഞ്ഞ് ഭീരുത്വത്തിന്റെ ചെങ്കോലുമേന്തി അപമാനത്തിന്റെ സിംഹാസനത്തിൽ അമർന്നിരുന്ന് നാശത്തിന്റെ രാജ്യം ഭരിക്കുന്ന രാജാവ്. യോഹന്നാൻ പ്രവാചക, നിങ്ങളുടെ ജീവൻ രക്ഷിക്കുവാനും സംഹരിക്കുവാനും അധികാരമുള്ള ഒരു രാജാവിനോടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. എന്റെ ജീവൻ എനിക്ക് നിസ്സാരമാണ്. അത് നശിച്ചാൽ ഒന്നും നശിക്കുന്നില്ല. പക്ഷേ നിന്റെ ആത്മാവ് നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നീ അറിയുന്നുണ്ടോ? ഇനിയെങ്കിലും ഇസ്രായേൽ ജനത്തെ യഹോവയിലേക്ക് നയിക്കുക. അല്ലെങ്കിൽ നീയും നിന്റെ സാമ്രാജ്യവും നാമാവശേഷമാകും. നിനക്കറിയാമോ മിശിഹ വന്നു കഴിഞ്ഞുവെന്ന്? മിശിഹ, നിങ്ങൾക്ക് എങ്ങനെ അറിയാം അവൻ മിശിഹയാണെന്ന്? അവന്റെ മുന്നോടി മാത്രമാണ് ഞാൻ. അവൻ വരുമ്പോൾ കുരുടന്മാർക്ക് കാഴ്ച ലഭിക്കും, ചെകിടന്മാർക്ക് ചെവി കേൾക്കും, പെറ്റു വീണ പൈതങ്ങൾ സിംഹങ്ങളുടെ തട പിടിച്ച് നടത്തും. അവന്റെ വഴി ഒരുക്കുവാൻ വേണ്ടി മരിക്കേണ്ടവനാണ് ഞാൻ. ഇല്ല പ്രവാചക, ഞാൻ കൊല്ലുകയില്ല. ഞാനങ്ങനെ മോചിപ്പിക്കാൻ വന്നവനാണ്. എന്നെയും എന്റെ രാജ്ഞിയെയും പരസ്യമായി അധിക്ഷേപിക്കാതിരുന്നാൽ മാത്രം മതി.
ഇക്ഷണം ഞാൻ അങ്ങനെ സ്വതന്ത്രനാക്കാം. നിനക്കതിന് ശക്തിയില്ല. ഗലീലിയയിലെ രാജാവായ എനിക്കതിന് ശക്തിയില്ലെന്നും. ഗലീലയിലെ രാജാവ് നിന്റെ അന്തപുരത്തിന്റെ രാജാവാണോ നീ? നിന്റെ മനസ്സാക്ഷിയോട് ചോദിക്ക്. അത് പറയും നിന്റെ അടിമത്തത്തിന്റെ കഥ. നിന്റെ കൊട്ടാരത്തിൽ കുടിയിരുത്തിയിരിക്കുന്ന ആ അഭിസാരിയുടെ അടിമയല്ലേ നീ? അവളിൽ നിന്ന് സ്വതന്ത്രനാകാൻ ശക്തിയില്ലാത്ത നീയാണോ എന്നെ സ്വതന്ത്രമാക്കുന്നത്? പാപത്തിന്റെ പുത്രിയായ അവളാണോ ഗലീലയിലെ രാജ്ഞി? കണ്ണുണ്ടെങ്കിലും കാണാത്തവനെ, അവൾ നിന്റെയും നിന്റെ വംശത്തെയും ഈ രാജ്യത്തെ തന്നെയും നശിപ്പിച്ച് കളയുമെന്നുള്ള സത്യം ആവർത്തിച്ചാവർത്തിച്ച് പരസ്യമായി ഞാൻ വിളിച്ചു പറയും. സത്യത്തിന്റെ ശബ്ദം കേട്ടാൽ ഭയപ്പെടുന്ന ഭീരുവായ അന്തിപ്പാസെ, ഇനിയെങ്കിലും പശ്ചാത്താപത്തിന്റെ പരിപരുത്ത വസ്ത്രങ്ങൾ ധരിച്ച് വെൺചാമ്പൽ പൂശി മനുഷ്യപുത്രനെ തേടി കണ്ടുപിടിച്ച് ആ കാലുകളിൽ ചുംബിച്ച് കണ്ണുനീര് കഴുകി ആത്മരക്ഷ നേടും. അതൊന്നു മാത്രമേ നിനക്കിനി ചെയ്യാനുള്ളൂ. യോഹന്നാൻ, നിങ്ങളുടെ ധിക്കാരം അതിൽ കിടക്കുന്നു. നിങ്ങളോട് കാരുണ്യം കാണിക്കാമെന്ന് കരുതി ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി കരയേണ്ടവൻ മറ്റുള്ളവരോട് കരുണ കാട്ടുകയാണ്. എന്റെ സ്വൈരത നശിപ്പിക്കാതെ പോകൂ. പോയി നിന്റെ സ്വൈരണിയുമായി നാശത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുക. യോഹന്നാൻ, നിങ്ങളോട് സംസാരിക്കാൻ വന്നതാണ് എന്റെ തെറ്റ്. നിങ്ങളുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. മനുഷ്യപുത്രൻ വന്നു കഴിഞ്ഞു. അവന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയൂ. അറിയാമോ? അതെ പ്രഭു. നടക്കുവാൻ കഴിയാതിരുന്ന നീ എങ്ങനെ ഇവിടെ എത്തിയെന്നോ? നസ്രായക്കാരൻ യേശു എന്നെ സുഖപ്പെടുത്തി. യേശു? അതെ പ്രഭു. അങ്ങ് പ്രവചിച്ച യേശുവിനെ ഞാൻ ഗലീല കടൽ തീരത്ത് വെച്ച് കണ്ടു. ആ സ്നേഹസ്വരൂപന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് രോഗശാന്തി ലഭിച്ചു. എന്റെ ഭർത്താവിന്റെ രക്ഷയ്ക്ക് വേണ്ടി സാറ എന്ന പേരിൽ ഒരു പരിചാരികയായി ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. മറിയാം, യേശുവിന്റെ കാരുണ്യം ലഭിച്ച നീ ഭാഗ്യവതിയാണ്. പ്രഭു, അദ്ദേഹം പിറവിക്കുരുടന് കാഴ്ച നൽകി കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു ദിവസം മലയിലെ പ്രസംഗം കേൾക്കാൻ വന്ന 5000 പേർക്ക് അദ്ദേഹം 5 അപ്പവും 2 മീനും കൊണ്ട് തൃപ്തിയാവോളം ഭക്ഷണം നൽകി. ആ മുഖമൊന്ന് കാണാനും ആ വചനങ്ങൾ കേൾക്കാനും 10000 ജനങ്ങൾ അദ്ദേഹത്തെ പിന്തുടരുന്നു. അങ്ങ് പ്രവചിച്ച മിശിഹ അദ്ദേഹമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്റെ ലക്ഷ്യം നിറവേറി. എന്റെ ജോലി പൂർത്തിയായി. അവൻ ആകാശത്തിന്റെയും ഭൂമിയുടെയും അധിപനാകുന്നു. അവന്റെ സാമ്രാജ്യം ഒരിക്കലും അസ്തമിക്കുകയില്ല. അണലി സന്തതികളെ, വരുവാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് നിങ്ങൾ ഓടി ഒളിക്കുവിൻ. ഇതാ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടായി വയ്ക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ നല്ല ഫലങ്ങൾ കഴിക്കാത്ത വൃക്ഷങ്ങളത്രയും തെറ്റി തീയിലെറിയപ്പെടും. താഴ്വരകളത്രയും മികച്ചപ്പെടുകയും പർവ്വതങ്ങളും കുന്നുകളും താഴ്ത്തപ്പെടുകയും പാപത്തിന്റെ പടയാളി, കൂരിരുട്ടിന്റെ കിങ്കർ, ഒരു അക്ഷരം ശബ്ദിച്ചു പോകരുത്. ശബ്ദിക്കുന്നവൻ നാളെ വരും. അവന്റെ ശബ്ദം ലോകമെങ്ങും പ്രതിധ്വനിക്കും. അത് കേട്ട് ഭാവികൾ നടുങ്ങും, പേടിച്ച് പരക്കം പായും. പക്ഷെ ഓടി ഒളിക്കാൻ ഇടങ്ങും.